ആദ്യ അപ്ഡേറ്റ് തന്നെ ദ പാരഡൈസ് എന്ന സിനിമയിൽ തന്നെയാണ്. നമ്മുടെ നാണി അഭിനയിച്ച് വരാൻ പോകുന്ന സിനിമയാണ് പാരഡൈസ്. പടത്തിന്റെ ഭാഗത്ത് ഒരു ബർത്ത്ഡേ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് മോഹൻ ബാബുവിന്. പുള്ളിക്കാരന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് പുള്ളീന്റെ ഒരു ബർത്ത്ഡേ പോസ്റ്റർ വന്നിരിക്കുകയാണ് ദ പാരഡൈസ് സിനിമയുടെ ഭാഗത്ത്. ശ്രീകാന്ത് ഒടലെയാണ് സംവിധാനം, മ്യൂസിക് അനിരുദ്ധാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 21 ഈ വർഷം സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ദ പാരഡൈസ് സിനിമയുടെ റിലീസിനായിട്ട്. നമ്മുടെ ലിജോ പല്ലിശ്ശേരിയുടെ ഡയറക്ഷനിൽ പുതിയൊരു സിനിമ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. പടം ഉടൻ തന്നെ തിയേറ്റർ റിലീസ് വരുന്നതാണ്. എന്തായാലും അഭയ വർമ്മ, ജാൻ കപൂർ ഒക്കെ എന്നിവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. എ ആർ റഹ്മാനാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ദിൽകാശി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു പ്രണയ സിനിമയ്ക്കായിട്ട് ലിജോ പല്ലിശ്ശേരിന്റെ ദിൽകാശി എന്ന സിനിമേന്റെ. അടുത്ത അപ്ഡേറ്റ് തലേവർ 173 സിനിമേൻ്റെ തന്നെയാണ്. സിബി ചക്രവർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന ഏപ്രിൽ മാസം. ഏപ്രിൽ 20 പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. എന്തായാലും ജയിലർ 2 സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് 173 എന്ന് പറഞ്ഞ തലേവർ സിനിമയുടെ ഷൂട്ടിംഗ് ഒന്ന് പെൻഡിങ് ആവുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിബി ചക്രവർത്തി ഡയറക്ഷനിലും സംവിധാനത്തിലും വരുന്ന തലേവർ 173 സിനിമയ്ക്കായിട്ട്. അങ്ങനെ നിലവിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയുടെ ട്രെയിലർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഗംഭീരമായ ട്രെയിലർ തന്നെയാണ് ആദ്യ ട്രെയിലർ പുറത്തിറങ്ങിയത്. ആദ്യം രാവിലെ സിനിമയുടെ ഭാഗത്ത് ഫസ്റ്റ് ലുക്ക് എന്ന രീതിയിൽ ഓരോ സെക്കൻഡ് ടീസർ പുറത്തു വന്നു. ഇപ്പോൾ ഒഫീഷ്യൽ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഗംഭീര ട്രെയിലർ തന്നെയാണ്. മാർവലിലെ തന്നെ എക്കാലത്തെ മികച്ച സ്പൈഡർമാൻ സിനിമകളിൽ ഒന്നാവാൻ പോവുകയാണ്. എന്തായാലും ജൂലൈ 31 സിനിമ തിയേറ്റർ റിലീസ്. മലയാളത്തിലും സിനിമയുടെ ട്രെയിലർ അവൈലബിൾ ആണ് യൂട്യൂബിൽ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ 3 ഈ വരുന്ന LIK എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പ്രദീപ് രംഗനാഥ്, അതിന് കീർത്തി ഷെട്ടി, SJ സൂര്യ എന്നിവരൊക്കെയാണ് കാസ്റ്റ്. അനിരുദ്ധാണ് മ്യൂസിക്. വിഘ്നേഷ് ശിവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ KRK എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ റിലീസിനായിട്ട്. എന്തായാലും ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ചാണ് പടം റിലീസ്. വെള്ളിയാഴ്ച പ്രമാണിച്ച്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയുടെ തിയേറ്റർ റിലീസ് ഏപ്രിൽ മാസം 3 നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലെജൻഡ് സർവണ, പുള്ളിക്കാരൻ്റെ പേര് വെച്ചിട്ട് തന്നെ പുള്ളിക്കാരൻ ഒരു സിനിമ ഇറക്കിയതാണ്. വൻ ഫ്ലോപ്പ് ആയിരുന്നു, വൻ ട്രോളും ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുകയാണ് ഏപ്രിൽ 9 ലീഡർ എന്ന സിനിമയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ടീസറൊക്കെ കണ്ടിട്ടൊരു ആവറേജ് ഒരു കൊമേഴ്ഷ്യൽ ഐറ്റം തന്നെയാണ്. എന്തായാലും പടം UA-A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത് സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന്. ഏപ്രിൽ 9 റിലീസ്. മ്യൂസിക് ഗിബ്രൻ ആണ്. ഡയറക്ഷൻ നമ്മുടെ RS ദുർഗ, സെന്തിൽ കുമാർ ആണ്. കിരൺ കൊടി എന്നീ സിനിമകളുടെ ഡയറക്ടറാണ്. കാത്തിരിക്കാൻ നമുക്ക് അദ്ദേഹത്തിന്റെ ആദ്യ ഒരു റിയൽ ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്കായിട്ട്. അങ്ങനെ സൂര്യ, തൃഷ, യോഗി ബാബു, ഇന്ദ്രൻസ് എന്നിവരൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങാൻ പോകുന്ന കറുപ്പ് എന്ന സിനിമേന്റെ ഒഫീഷ്യൽ തിയേറ്റർ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് RJ ബാലാജി കഴിഞ്ഞ ദിവസം. മെയ് 14 സിനിമ റിലീസ്. ജൂലൈ എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന പലരും ഇപ്പോൾ മെയ് മാസത്തോട്ട് റിലീസ് വന്നിരിക്കുകയാണ്, മെയ് 14. മ്യൂസിക് സായി അഭ്യങ്കറാണ്. ഡയറക്ഷൻ RJ ബാലാജി ആണ്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈ വരുന്ന തിങ്കളാഴ്ച പുറത്തു വരുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് അടുത്തൊരു സിംഗിൾ അല്ലെങ്കിൽ ട്രെയിലർ അപ്ഡേറ്റ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. നമ്മുടെ ജയസൂര്യയുടെ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് പേരിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ ട്രെയിൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഒരു പുതിയൊരു സംവിധായകനായ ഡയറക്ടറാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. രതീഷ് വേഗയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതായത് തിരക്കഥാകൃത്തും കൂടിയാണ് തൃശ്ശൂർ പൂരം എന്ന ജയസൂര്യ സിനിമയുടെ. എന്തായാലും പടം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഡിസംബർ മാസം തന്നെയാണ് ലാസ്റ്റ്. എന്തായാലും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്ക് ആയിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസാണ് ജയസൂര്യയുടെ ഓപ്പറേഷൻ ട്രയൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് മമ്മൂക്ക കാൽ റഹ്മാൻ സിനിമേന്റെ റൂമർ അങ്ങനെ ഒഫീഷ്യൽ ആയിരിക്കുകയാണ്. പടത്തിന്റെ ടൈറ്റിൽ റിവീൽ ഇന്ന് കൃത്യം വൈകുന്നേരം 6 മണിക്ക് വരാൻ പോവുകയാണ്. സിനിമയുടെ നിർമ്മാതാക്കൾ നോക്കുകയാണെങ്കിൽ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സും യൂണിവേഴ്സൽ സിനിമാസുമാണ്. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് മമ്മൂക്ക കാൽ റഹ്മാൻ സിനിമയ്ക്കായിട്ട്. എന്തായാലും ഹ്യൂമൻറ്റൈൻമെന്റ്സ് ആയുള്ള ഒരു സിനിമ പോസ്റ്റ്പോൺ ചെയ്തിരുന്നു, സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഇഷ്യൂസ് കാരണം. എന്തായാലും ഇത് അതേ ഗാങ്സ്റ്റർ സിനിമയാവാനുള്ള ചാൻസസ് ഹൈ തന്നെയാണ്. കാത്തിരിക്കാൻ നമുക്ക് മമ്മൂക്ക കാൽ റഹ്മാൻ ഗാങ്സ്റ്റർ സിനിമയ്ക്കായിട്ട്. നമ്മുടെ STRന്റെ ഒരു സിനിമയാണ് അരസൻ എന്ന് പറഞ്ഞ സിനിമ. വെട്രിമാരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും STR സിനിമയിൽ അത്യാവശ്യം നല്ല ഏജ്ഡ് ആയ ലുക്കിലാണ് വരാൻ പോകുന്നത്. എന്തായാലും സിനിമയുടെ കഥ നടക്കുന്നത് കുറച്ച് പാസ്റ്റ് ആയിട്ടും ഫ്യൂച്ചർ ആയിട്ടാണ്.
നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് സേതുപതി, നെൽസനൊക്കെ സിനിമയിൽ ഭാഗമാവുന്നുണ്ട് ഈ ഇപ്പോഴത്തെ ഷെഡ്യൂളില്. ലോങ് ഷെഡ്യൂൾ ആണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പ്രിയങ്ക മോഹനും സിനിമയിൽ വരുന്നുണ്ട് ജോയിൻ ആവാൻ സിനിമയിൽ കാസ്റ്റില്. അത് മാത്രമല്ല നമ്മുടെ യോഗ ലക്ഷ്മി നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലിയിലെ ആ ഒരു കഥാപാത്രവും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് അറസൻ സിനിമേന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ്, സൂര്യ എച്ച് വിനോദ് സിനിമ വരുന്നു എന്നൊരു ബസ് കാണാൻ സാധിക്കുന്നുണ്ട്. റൂമർ തന്നെയാണ്. എന്തായാലും നിലവിൽ കേൾക്കാൻ സാധിക്കുന്ന എച്ച് വിനോദ് നമ്മുടെ സൂര്യയുടെ 47ാമത്തെ സിനിമയ്ക്ക് ശേഷം 48ാമത്തെ സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതും നമ്മുടെ ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സഗറാം സ്റ്റുഡിയോസ് ആയിരിക്കും നമ്മുടെ സൂര്യ ജ്യോതിക പ്രൊഡക്ഷൻ ഹൗസ്. എന്തായാലും എച്ച് വിനോദിന്റെ വരാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ. അതിനുമുമ്പ് ധനുഷിന്റെ ഒരു സിനിമയും കൂടി വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കും നമുക്ക് എച്ച് വിനോദ് സൂര്യ കൊളാബറേഷനായിട്ട്. എന്തായാലും എച്ച് വിനോദിന്റെ റീസെന്റ് സിനിമകളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂര്യയായിട്ട് വരുന്ന സിനിമയാണെങ്കിൽ പോലും ഒട്ടും ഹൈപ്പ് വരുന്നില്ല. അടുത്ത അപ്ഡേറ്റ്, ഡിമോണ്ടി കോളനി എന്ന സിനിമയുടെ 3ാം ഭാഗത്തിന്റെയാണ്. സിനിമയിലെ ലൈബ്രറിയൻ ആരാന്ന് റിവീൽ ആയിരിക്കുകയാണ് ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ പോസ്റ്റർ ഉൾപ്പെടെയായിട്ട്. നമ്മുടെ ഗുരു സോമസുന്ദരമാണ് സിനിമയിൽ ലൈബ്രറിയനായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ പ്രിയ ഭവാനി ശങ്കർ ഒക്കെ സിനിമയിൽ നായികയായിട്ട് വരുന്നുണ്ട്. എന്തായാലും സാം എസ് ആണ് സിനിമയ്ക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. നമ്മുടെ അജയ് ഗണമുത്ത് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യുന്നത്. ഡിമോണ്ടി കോളനി ഫ്രാഞ്ചൈസിൽ ഡയറക്ടറും കൂടിയാണ്. അത് മാത്രമല്ല കോബ്ര സിനിമയുടെ ഡയറക്ടറും കൂടിയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ വർഷം സമ്മർ റിലീസിന് വരാൻ പോകുന്ന ഹൊറർ ഫ്രാഞ്ചൈസിൽ വരുന്ന ഡിമോണ്ടി കോളനി സിനിമയുടെ 3rd പാർട്ടിനായിട്ട്. ജയസൂര്യ, അനുഷ്ക ഷെട്ടിയൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് മലയാളം നിന്ന് വരാൻ പോകുന്ന കത്തനാർ എന്ന് പറഞ്ഞ സിനിമ ജയസൂര്യയുടെ. എന്തായാലും പടത്തിലെ മ്യൂസിക് നമ്മുടെ രാഹുൽ സുബ്രഹ്മണ്യ ഉണ്ണിയാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഡയറക്ഷൻ റോജിൻ തോമസ് ആണ്, നമ്മുടെ ഹോം എന്ന ഫീൽ ഗുഡ് സിനിമയുടെ ഡയറക്ടർ. എന്തായാലും നമ്മുടെ മോളിവുഡിൽ ഇനി വരാൻ പോകുന്ന വലിയൊരു സിനിമ തന്നെയാണ്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വമ്പൻ അപ്ഡേറ്റ് മാർച്ച് മാസം 31 വരാൻ പോവുകയാണ്. എന്തായാലും ചോര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അനൗൺസ്മെന്റ് പോസ്റ്റർ. നമ്മൾ നിവിൻ പോളിയുടെ വരാൻ പോകുന്ന സിനിമയാണ് പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ. നിവിൻ പോളി, ഷർഫുദ്ദീൻ ഒക്കെയാണ് സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ വരുന്നത്. എന്തായാലും പടത്തിന്റെ റിലീസ് തീയതി അങ്ങനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 26 പടം ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ ജസ്റ്റിൻ വർഗീസ് ആണ്. ഉണ്ണികൃഷ്ണൻ ബി ആണ് സിനിമ സംവിധാനം ചെയ്തത്. കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന സിനിമയും കൂടിയാണ്. ഇപ്പോൾ പ്രതിച്ഛായ സിനിമേൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. കാത്തിരിക്കാൻ നമുക്ക് പ്രതിച്ഛായ സിനിമയിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ മമ്മൂക്കയോട് വരാൻ പോകുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് പാട്രിയോട്ട് എന്ന് പറഞ്ഞ മഹേഷ് അണ്ണൻ സംവിധാനത്തിൽ വരുന്ന സിനിമ. ലാലട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ വലിയൊരു കാസ്റ്റാണ്. നമ്മുടെ സുജിത് ശ്യാമാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ ഹൗസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. പടത്തിന് ഡബ്ബിംഗ് വർക്ക് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അത് മമ്മൂക്കയോടെ. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടൊരു ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ് ഡബ്ബിംഗ് ചെയ്യുന്ന മമ്മൂക്കയോടെ. എന്തായാലും സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് 3D പോസ്റ്റേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഓഫ്ലൈൻ വാൾ പോസ്റ്റേഴ്സ് ആണെങ്കിലും പല തിയേറ്ററുകളിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളുടെ സിനിമാ വാർത്തകൾക്കായിട്ട്. പക്ഷെ എല്ലാവരും ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂസ് ചാനൽ. അപ്പോൾ എന്തായാലും ചെറിയ പെരുന്നാൾ ആശംസകൾ.